മാർച്ച് മാസം 8-ാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വിദ്യാർത്ഥികൾക്ക്. എഡ്യൂക്കേഷൻ തൃശൂർ എന്നീ 7 ഡിസ്ട്രിക്ട്സുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, വിഫെൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫെൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് വേക്കൻസിയുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടോട്ടൽ 241 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് നമ്പർ F.6/2025-SCRC ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് February 4th 2025 മുതലാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 241 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഓൺലൈൻ മുഖേന മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലെവൽ 6 പേ മെട്രിക്സ് ആണ് വിദ്യാർത്ഥികൾക്ക് സാലറി സ്കെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ബേസിക് പേ ഓഫ് 35,400 റുപ്പീസ് ആണ് വിദ്യാർത്ഥികൾക്ക് ബേസിക് പേ ആയിട്ട് കിട്ടുന്നത്. അലവൻസ് ആയ HRAയും കൂടാതെ ഗ്രോ സാലറിയും എല്ലാം കൂടി കൂട്ടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് 72,040 റുപ്പീസ് ആണ് വിദ്യാർത്ഥികൾക്ക് പെർ മന്തിൽ ലഭിക്കുന്ന സാലറി. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ആയിട്ട് മിനിമം 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് സ്പീഡ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിക്വയർമെന്റ് ആണ്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST OBC അല്ലെങ്കിൽ PWBD കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് 100 മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ തന്നെ 50 ക്വസ്റ്റ്യൻസ് ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തായിരിക്കും. കൂടാതെ 25 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കൂടാതെ 25 ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റിന്റെ 25 ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം വിദ്യാർത്ഥികൾക്ക് വരുന്നതാണ്. സോ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 മണിക്കൂറിന്റെ എക്സാം ആയിട്ടായിരിക്കും വരുന്നത്. അടുത്തതായിട്ട് 10 മിനിറ്റിന്റെ ഒരു ഇംഗ്ലീഷ് ടൈപ്പിംഗ് എക്സാമും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ ടൈപ്പിംഗ് സ്പീഡിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അതായത് 35 വേർഡ് പെർ മിനിറ്റ് ആണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വിദ്യാർത്ഥികൾക്ക് 2 മണിക്കൂറിന്റെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമും വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വന്നിട്ടുള്ളത്. സോ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു essay റൈറ്റിംഗ് അങ്ങനത്തെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 2 മണിക്കൂറിന്റെ എക്സാം ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ടെസ്റ്റും ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റും പാസ്സായ വിദ്യാർത്ഥികളെ മാത്രമേ അവർ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റിലോട്ടേക്കും ഈ പറയുന്ന ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിലേക്കും എടുക്കുകയുള്ളൂ. ഈ പറയുന്ന എക്സാം എല്ലാം പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഫൈനൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിനേഷൻ സെന്റർ ആണ്. ഇന്ത്യയിൽ 128 ടെസ്റ്റ് സെന്റേഴ്സ് ആണ് ഈ പറയുന്ന സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം,
കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നീ 7 ഡിസ്ട്രിക്ട്സുകളാണ് എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീ ആണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഓൺലൈൻ മുഖേന മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 1000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. അഡീഷണൽ ബാങ്ക് ചാർജും കൂടി ഇവിടെ വരുന്നതാണ്. കൂടാതെ SC ST എക്സ് സർവീസ്മെൻ PWBD കാൻഡിഡേറ്റ്സിനൊക്കെ 250 രൂപ മാത്രമേ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളൂ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് 5/2/2025 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 8/3/2025 ആണ്. അതായത് വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസം 8-ാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സുപ്രീം കോർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ ഒരു ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ 5/2/2025 മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. മാർച്ച് മാസം 8-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ട അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾ സുപ്രീം കോർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് പോസ്റ്റൽ വഴി ലഭിക്കുന്നതല്ല എന്നതും വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. റിട്ടേൺ ടെസ്റ്റിന്റെ ഡേറ്റും ഈ പറഞ്ഞ ഇന്റർവ്യൂ ഡേറ്റും ഒക്കെ സുപ്രീം കോർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഇമെയിലോ SMS മുഖേനയോ ആയിരിക്കും ലഭിക്കുക. കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് NOC സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഒക്കെ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനായി ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് വിശദമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിരിക്കുന്ന ഡോക്യുമെന്റിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ആയിട്ട് തന്നിട്ടുള്ള www.sci.gov.in എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് എന്നുള്ള ഈ ഒരു മെനുവിൽ നിന്നും റിക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. റിക്രൂട്ട്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് പേജിലേക്ക് വരുന്നതാണ്. സോ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ലിങ്ക് ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ദി പോസ്റ്റ് ഓഫ് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ ഞാനൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു PDF ആണ് ലഭിക്കുന്നത്. സോ ഈ ഒരു PDF-ൽ തന്നിട്ടുള്ള ഈ ഒരു ലിങ്ക് മുഖേനയാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 8-ാം തീയതിയാണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 5/2/2025 ആണ്. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.